കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും പ്രവചനാതീതമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറിമറിയുന്ന പതിവ് 2021 തിരുത്തപ്പെട്ടുവെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്നും അത്ഭുതമായി അവശേഷിക്കുകയാണ്. ഭരണവിരുദ്ധ തരംഗമായാലും ഭരണ തുടർച്ചയായാലും സംസ്ഥാനത്ത് ആരധികാരത്തിൽ വരണമെന്ന് കേരളം തീരുമാനിക്കുന്നതിന് മുൻപേ തങ്ങളുടെ ജനപ്രതിനിധികളെ ആ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തുന്ന 2 മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലെ ഒല്ലൂരും തിരുവനന്തപുരത്തെ പാറശാലയും. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് ഒരു പ്രത്യേക സിദ്ധി തന്നെയുണ്ടെന്ന് തോന്നിപ്പോകും. 1982 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒല്ലൂരും പാറശാലയും ഏത് മുന്നണികൾക്കൊപ്പമാണോ നിൽക്കുന്നത് ആ മുന്നണിയാണ് തിരുവനന്തപുരത്ത് അധികാരം സ്ഥാപിക്കുന്നത് എന്ന കൗതുകകരമായിട്ടുള്ള വസ്തുത തെളിഞ്ഞു വരികയാണ്. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഒല്ലൂർ മണ്ഡലം കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ ഒരു ബാരോമീറ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. 1957-ലും 1980-ലും ഒഴികെയുള്ള മിക്കവാറും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒല്ലൂർ ഭരണപക്ഷത്തോടൊപ്പമായിരുന്നു. 1980-ൽ സംസ്ഥാനത്ത് EK നായനാരുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒല്ലൂരിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തത് കോൺഗ്രസിലെ രാഘവൻ പുഴക്കടവിലിനെയായിരുന്നു എന്നത് ഒരു അപവാദമായി അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം മണ്ഡലം കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ്. 1982-ലും 87-ലും കേരളം ആർക്കൊപ്പം നിൽക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ഒല്ലൂരിന് സാധിച്ചു. 1991-ൽ കേരളം UDFനെ അധികാരത്തിലേറ്റിയപ്പോൾ ഒല്ലൂർ തിരഞ്ഞെടുത്തത് PP ജോർജിനെയായിരുന്നു. അദ്ദേഹം പിന്നീട് കൃഷിമന്ത്രിയായി മാറുകയും ചെയ്തു. സംസ്ഥാനത്തെ ഭരണമാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതിൽ ഒല്ലൂർ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. 1996-ൽ EK നായനാരുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണി വീണ്ടും അധികാരം പിടിച്ചപ്പോൾ CPI നേതാവായിട്ടുള്ള CN ജയദേവനിലൂടെ ഒല്ലൂർ ചുവന്ന കൊടിക്കൊപ്പം നിന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം 2001-ൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ UDFന്റെ തരംഗം ആഞ്ഞടിച്ചപ്പോൾ മണ്ഡലം വീണ്ടും PP ജോർജിനെ നിയമസഭയിലേക്ക് അയച്ചു. 2006-ൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ LDF അധികാരമേറ്റപ്പോൾ CPIയിലെ രാജാജി മാത്യു തോമസിലൂടെ ഒല്ലൂർ ഇടത്തോട്ടങ്ങ് ചെരിഞ്ഞു. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ കോൺഗ്രസിലെ MP വിൻസെന്റും തുടർന്ന് 2016-ലും 2021-ലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരണം സ്ഥാപിച്ചപ്പോൾ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി K രാജനുമാണ് ഒല്ലൂരിനെ പ്രതിനിധീകരിച്ചത്. ചുരുക്കത്തിൽ സെക്രട്ടേറിയറ്റിൽ പുതിയൊരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒല്ലൂരിലെ MLA ആ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ പ്രമുഖ നിരയിലോ ഉണ്ടാകുമെന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സമാന രീതിയിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പാറശാലയും ഇതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. 1982 മുതലുള്ള ചരിത്രം ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ പാറശാലയുടെ വോട്ടർമാർ തോൽക്കുന്ന പക്ഷത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാകും. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ ഈ മാറ്റത്തിന് അടിവരയിടുകയാണ്. മണ്ഡലം CPMനും കോൺഗ്രസിനും ഇടയിൽ കൃത്യമായി മാറിമറിയുന്ന കാഴ്ചയാണ് പാറശാലയിൽ കാണാൻ സാധിക്കുന്നത്. 2011-ൽ സംസ്ഥാനത്ത് UDF അധികാരം നേടിയപ്പോൾ പാറശാലയിൽ ജയിച്ചത് കോൺഗ്രസിന്റെ AT ജോർജ് ആയിരുന്നു. എന്നാൽ 2016-ൽ ഭരണം ഇടത്തേക്ക് മാറിയപ്പോൾ മണ്ഡലം CPMലെ CK ഹരീന്ദ്രനെ വിജയിപ്പിച്ചു. 2021-ൽ കേരളത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭരണ തുടർച്ചയുണ്ടായപ്പോൾ പാറശാലയും CK ഹരീന്ദ്രനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ചരിത്ര മാറ്റത്തിൽ പങ്കാളികളായി. വികസനത്തിന് ഭരണപക്ഷത്തെ പ്രതിനിധി തന്നെ വേണമെന്ന വോട്ടർമാരുടെ പ്രായോഗിക ബുദ്ധിയാകാം ഇതിന്റെ പിന്നിൽ. അല്ലെങ്കിൽ സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ കാറ്റ് ഏത് ദിശയിലേക്കാണ് വീശുന്നതെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ബുദ്ധി ഈ 2 മണ്ഡലങ്ങളിലെയും ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകാം. ഒല്ലൂരിലെയും പാറശാലയിലെയും ഫലം പുറത്തു വരുമ്പോൾ തന്നെ കേരളത്തിൽ ആര് ഭരിക്കുമെന്ന് ഏകദേശ ധാരണ ലഭിക്കുമെന്നത് ഒരു വിശ്വാസമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ പിൻബലമുള്ള ഒരു വസ്തുത തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ 2 മണ്ഡലങ്ങളും എന്തും കൊണ്ടും തന്നെ സവിശേഷമായിട്ടുള്ള ഒരു ശ്രദ്ധാകേന്ദ്രമായി അങ്ങനെ തുടരുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒല്ലൂരിലെയും പാറശാലയിലെയും ജനവിധി എന്താകുമെന്ന് നോക്കി കേരളത്തിന്റെ ഭാവി പ്രവചിക്കാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട.